2 മാസം കൂടി ഉള്ളൂ എന്നെ റിട്ടയർഡാകാൻ. ഞാൻ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുകയാണല്ലോ. ജാനുവാ ജാനുവാ ഒരു ചായ എടുക്ക്. നിങ്ങൾ വന്നോ? ചായ ഞാൻ കാച്ചി വെച്ചിരുന്നു, ഇപ്പം എടുക്കാം. നിങ്ങൾ ഇന്ന് നേരത്തെ ആണല്ലോ. ഇന്നെന്താ ഒരു ക്ഷീണം, അതിനെ കൊണ്ട് ദിവസം നേരത്തെ പോകണ്ട. ഇനിങ്ങിപ്പോൾ 2 മാസം കൂടിയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ പൊരേ സ്വസ്ഥമായിട്ട് കുത്തിരിക്കാലോ. ഞാനും അത് ഞാൻ ആലോചിച്ചു, 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. എന്നാ പിന്നെ ഞാൻ ചായ എടുത്ത് വരാം. എന്നാ പോയി ചായ എടുത്ത് വാ. സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. എങ്ങനെ PSC ലിസ്റ്റിലൊക്കെ വരിക? എത്ര പഠിക്കാനുണ്ട്, എനിക്കത് മനസ്സിലാവില്ല. ഇതൊക്കെ എന്ത് കണക്കാണാവോ? ഇതൊന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ പണ്ടാരോ. എന്നാ കാപ്പി കുടിച്ചോ. അല്ല മോളെ, ഇപ്രാവശ്യത്തെ PSCയിലും ഇല്ല എൻ്റെതൊന്നും. അമ്മ ലിസ്റ്റിലൊന്നും വന്നില്ല. എത്ര പഠിക്കുന്ന പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നെങ്കിൽ ഒന്നും മണ്ടേ കയറുന്നില്ലേ? അമ്മ മണ്ടേ കയറായിട്ടല്ല, ലിസ്റ്റിൽ വരുന്ന അത്രയും പാടാണ്, അത്രയും പഠിക്കാണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് 2-3 ആളിപ്പോൾ ലിസ്റ്റ് കയറി പറ്റിയത്. ഇപ്പം എത്ര പഠിച്ചിട്ടും ശരിയാവുന്നില്ല. ഇതേത് കാലം തുടങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ ഒരു സമാധാനമായിരുന്നു. എന്ന് തുടങ്ങിയിരിക്കുന്നു പഠിക്കാൻ? ഇതുവരെ ഒന്നും ഇല്ലാണ്ട് അതൊരു സമാധാനവും ഇല്ല. അമ്മ ഒന്ന് പോയിക്കോ, ഞാൻ പഠിച്ചോട്ടെ. എന്തെങ്കിലും എത്ര പഠിച്ചിട്ട് എന്താ ശരി ഒരു കാര്യമില്ലാത്ത. എത്ര PSC എക്സാം എഴുതി, അതിനൊക്കെ ഒരു യോഗം വേണം. ജാനുവാ മോളെവിടെ പോയി? മോളെന്നല്ല പരീക്ഷയ്ക്ക് പോയിനല്ല. പരീക്ഷ എന്തായി, എങ്ങനെ ഉണ്ടായും പോലെ? എങ്ങനെ ഉണ്ടാകാനാണ്? ഓള് പഠിച്ചതൊന്നും വന്നിട്ടില്ലോ അല്ലേ. എത്ര കാലമായി എഴുതുന്നു. എന്തൊരു കഥയാണ് അയക്കും. എന്തെങ്കിലും ഒരു പണി അതിന് കിട്ടീന് ഒരു സമാധാനമായിരുന്നു. അതൊക്കെ കിട്ടും ജാനു, കുറേ പരീക്ഷ എഴുതിയെങ്കിലേ കിട്ടുള്ളൂ. എത്ര രൂപ പരീക്ഷ കഴിയണം ഇംഗ്ലീഷിൽ കയറണമെങ്കിൽ? അതിന് എത്ര പരീക്ഷ കഴിഞ്ഞ് എന്ന് തുടങ്ങിയത് അവൾ എഴുതാൻ? അച്ഛൻ നേരത്തെ വന്നോ? അല്ല മോളെ, എന്നത്തെ പരീക്ഷയൊക്കെ ഉണ്ടായി? അച്ഛാ പരീക്ഷ നല്ല ടഫായിരുന്നു. ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും വന്നില്ല. നല്ലോണം പഠിക്കണം മോളെ. അച്ഛൻ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താ അറിയില്ല, സിലബസിലുള്ള സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് കുറേ വരുന്നുണ്ട്. അതാ എന്ന് തുടങ്ങിയിരിക്കുന്നു പഠിക്കാൻ, എന്ന് പഠിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്നും പറയണ്ട, പറയുമ്പോ അത് പഠിക്കാൻ തോന്നൂല. അല്ല, എന്തെങ്കിലും ഒന്ന് ആണ്ട്. എത്ര കാലം ഇത് പഠിക്കാൻ തുടങ്ങിയത്? PSC എന്ന് പറഞ്ഞ് പഠിക്കുന്നു. അമ്മ അതിനൊരു യോഗം കൂടി വേണം, ഞാൻ പഠിച്ചോളാം. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യം പിടിക്കൂ. പിന്നെ എന്ത് പറയാനാ? ഒന്നും മിണ്ടണ്ട, ഓള് പഠിച്ചോട്ടെ. എപ്പോഴും ചോദിക്കുമ്പോൾ ദേഷ്യം പിടിക്കും. അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളതിന് ഓളെ ഭാഗമല്ലേ പറയുള്ളൂ. ഇനി ഞാൻ പറഞ്ഞിട്ടിനും എന്തെങ്കിലും പ്രശ്നം വേണ്ട, എന്തായാലും ആയിക്കോട്ടെ. എപ്പോഴാണ് ടീച്ചർ എൻ്റെ മോക്കൊരു പണി കിട്ടുക? ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതിനെ കൊണ്ട് എൻ്റെ മോക്കും കൂടി ഒരു പണി കിട്ടിയാൽ ഒരു സമാധാനമായി ടീച്ചരാ. പിന്നെ ഒരു യോഗം കൂടെ വേണം, മോളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നെന്താ പോണൊന്നുമില്ലേ? 9 മണി ആയല്ലോ. എന്തോ ഒരു ക്ഷീണം പോലെ. റിട്ടയർഡ് ആവുന്നതിനനുസരിച്ച് മടി ക്ഷീണമൊക്കെ കൂടുന്നുണ്ടല്ലോ. അത് നല്ലോണം. എനിക്കെന്തൊരു വയ്യായിട്ടാണ്. എന്തായാലും വേണ്ടിയില്ല, എനിക്ക് കുറച്ചും കൂടി അല്ലേ ഉള്ളൂ. നിങ്ങൾ പോയിക്കോളി. എന്നാലാ ബാഗ് ഇങ്ങെടുക്ക്, ഞാൻ പോട്ടെ. ബാഗ് ഇതാ അവിടെ എവിടെയോ വെച്ചിക്കുന്നേ. ഇതാ ബാഗ് ഇതാ, എല്ലാം ഞാൻ റെഡിയാക്കിയതാ ഇവിടെ വെച്ചിക്കുന്നേ. നാലിങ്ങോട്ട് താ. ആ മോളോട് പഠിച്ചോളാൻ പറയും. വരുന്ന ആഴ്ച എക്സാം ഉള്ളതല്ലേ. മോളോട് അങ്ങോട്ട് പോകാണ്ട് ഇവിടെ ഇരുന്ന് പഠിച്ചോളാൻ പറയും. അതൊക്കെ ഞാൻ പറയാം. ഓള് സ്ഥിരം ചെയ്യുന്നതല്ലേ. നിങ്ങൾ പോയിക്കോളി. എന്നാ ഞാൻ പോട്ടെ. എൻ്റെ മോക്കൊരു പണി കിട്ടാത്തത് വല്ലാത്തൊരു കഥയായിപ്പോയി. എന്തോ ഒരു ബേജാറാണ്. അതിനൊരു പണി കിട്ടിയാലോ ഒരു സമാധാനമായി. ഇവിടെ പോകുമ്പോൾ അത് തന്നെയാണ് എൻ്റെ മനസ്സിലൊരു ചിന്ത. പ്രൈവറ്റ് പണി പിന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. അതല്ല, 4 ആളോട് പറയണം ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാലേ ഉള്ളൂ ശരിയാവുള്ളൂ.
അതാര് ശാന്തി എഞ്ഞാടെ പോയതായിരുന്നു? ഞാൻ ദീപേൻ്റെ അവിടെ പോയതാണ് കുടുംബശ്രീൻ്റെ ബുക്ക് കൊടുക്കാൻ. അല്ല മോള് കുറേ പേസ് ചെയ്തില്ലേ, ഓളതൊക്കെ എന്തായി? ഇഞ്ച മോളെ കഥയൊന്നും പറയണ്ട മോളെ, ഏത് കാലം പഠിക്കുന്നുണ്ട്, എന്നും പഠിപ്പ് തന്നെ അതിൻ്റെ മണ്ടയിലൊന്നും കയറുന്നില്ലേക്കൂ. ഒരു ലിസ്റ്റിലും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എന്തേലും ചോദിക്കുമ്പോഴത്തേ ഓക്ക് ദേഷ്യം പിടിക്കും. അത് സാരില്ലടി, എന്തോ പാടാപ്പം ലിസ്റ്റിലൊക്കെ വരാൻ. നാട് മുഴുവനുള്ള പിള്ളേർ എഴുതുകയല്ലേ. എനിക്കറിയില്ല മോളെ എന്താ ചെയ്യാന്നുള്ളത്. അതിനൊരു പണി കിട്ടീനെ ഒരു സമാധാനമായിരുന്നു. മൂപ്പർക്കാണേ 2 മാസം കൂടി ഉള്ളു റിട്ടയർഡ് ആകാൻ. 2 മാസം ഓടിയുള്ളൂ റിട്ടയർഡ് ആകാൻ? ഇപ്പം തന്നെ എന്തോ ക്ഷീണവും കുഴക്കൊന്നും പറഞ്ഞ് എന്നും പോകാനൊരു മടിയാ. എടി അതിനൊരു ഐഡിയ ഉണ്ട്. എൻ്റെ മോക്ക് സുഖമായിട്ടൊരു ഗവൺമെൻറ് ജോലി കിട്ടുകയും ചെയ്യും. അതെങ്ങനെ? കൈക്കൂലി കൊടുത്തിട്ടോ? കൈക്കൂലിയും കൊയ്ക്കൂലിയും ഒന്നല്ല, വേറെ ഒരു വഴിയുണ്ട്. അതെന്താ ഇനി ഒന്ന് വേഗം പറയ്, മൂക്ക് കിട്ടിയാലൊരു സമാധാനമായിരുന്നു. മൂപ്പര് ഇനി 2 മാസം കൂടെ അല്ലല്ലോ റിട്ടയർഡ് ആകാൻ. മൂപ്പര് ജോലിയിലിരിക്കുക മരിച്ചു പോയാലില്ലേ അപ്പണി മോക്ക് കിട്ടുമോ? അതിനിടെ പ്രത്യേക നിയമമൊന്നും പരീക്ഷയൊന്നും എഴുതണ്ട, അത്യാവശ്യം ഒരു വിദ്യാഭ്യാസം ഉണ്ടായാൽ മതി. അതിന് 2 മാസം കൊണ്ട് മൂപ്പര് മരിക്കുന്നൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ? മരിക്കുന്നില്ല, പക്ഷെ എന്തേലും ചെയ്തോളൂ. ചെയ്യാനോ? ഇനി എന്താ പറയുന്നത്? എത്തിരക്ക പാഷാണമായി കഞ്ഞിലോ ചോറിലോ അങ്ങോട്ട് കൊടുക്കുക. ഇനി ആകെ 2 മാസം കൂടിയല്ലേ ഉള്ളൂ. അയാളെ കൊണ്ടുള്ള ഉപകാരമോ കഴിഞ്ഞില്ല, അത്രയൊക്കെ മതിയടി. എൻ്റെ മോക്ക് ജോലി കിട്ടി. എന്നാലൂടി അങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ മോക്ക് ജോലി കിട്ടണോ? മോളെ അതല്ലാണ്ട് ഇപ്പോൾ ഒരു വഴിയില്ല എൻ്റെ മോക്ക് ജോലി കിട്ടാൻ. നീ ചെയ്യുന്നുണ്ടേ ചെയ്തോ, ഞാൻ പോവുക. നീ ആലോചിക്കും. അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യണോ? എന്തായാലും വേണ്ടിയില്ല, മോക്ക് ജോലി കിട്ടുമല്ലോ. ഓള് പറഞ്ഞത് ശരിയാ, ഈ ഒരു വഴിയല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. എന്തേ നോക്കാം. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കഞ്ഞിയിലോ ചോറിലോ എന്താ ഇട്ടിട്ട് ഞാൻ കൊടുക്കും. ഇത് ചെയ്താൽ ദൈവം എന്നോട് പൊറുക്കും. എൻ്റെ മോളെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ.